ഏറെ സ്നേഹമുള്ളവരെ, കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 23-ാം തിരുവചനം. ഏറ്റവും കൂടുതൽ സൗമ്യതയും ശാന്തതയും അനുഭവിക്കാൻ ഇടയാക്കിയ ഒരു വിശുദ്ധന്റെ തിരുനാളാണ് ജനുവരി 24-ന് നാം ആചരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. 1566-ൽ പിറന്ന അദ്ദേഹം പാരീസിലും പാദുവയിലും ഉന്നത വിദ്യാഭ്യാസം നേടി. എന്നാൽ 27-ാം വയസ്സില് വൈദികനായി. ഫ്രഞ്ച് സാഹിത്യത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ച് വളരെ പ്രസിദ്ധനായ അദ്ദേഹം ആത്മീയ ജീവിതത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തി. ജനീവ മെത്രാനായി. അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് ആ ശാന്തശീലമാണ്. അതിന്റെ പിന്നിൽ ഒരു സത്യം മറഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നോ? നീണ്ട 20 വർഷത്തെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് മുൻകോപിയും കോപിഷ്ഠനുമായ അദ്ദേഹം സൗമ്യനായി ജനത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, കോപം നിയന്ത്രിക്കാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനാണ് അദ്ദേഹം. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് നമുക്ക് മാതൃകയായിരിക്കട്ടെ. അനേകരെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ കഠിന പ്രയത്നം കൊണ്ടാണ്. നമുക്ക് സൗമ്യരാകാം, ശാന്തശീലരാകാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കും. ആമേൻ.